അപ്പോൾ ഇതൊരു ഞായറാഴ്ചത്തെ ദിവസത്തെ രാവിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തലേന്ന് ഇഡ്ഡലിക്ക് വേണ്ടിയിട്ടുള്ള അരിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എണീച്ചപ്പോൾ തന്നെ അത് ചെക്ക് ചെയ്യാലോ നമ്മുടെ ആദ്യത്തെ പണി. അതൊന്നും നമ്മൾ വിചാരിച്ചപ്പോൾ അത്യാവശ്യം പൊങ്ങിയൊക്കെ വന്നിരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം തന്നെ നല്ലതായി കേട്ടോ എൻ്റെ ഒരു അഭിപ്രായം. മെയിനായിട്ട് ഇപ്പോൾ മഴയാണ്, നല്ല മഴയുടെ കാലാവസ്ഥയൊക്കെ ആയതുകൊണ്ട് തന്നെ പൊങ്ങി വരാൻ തന്നെ നല്ല പാടുപെടും. പിന്നെ ചിലരൊക്കെ ഈ റൈസ് കുക്കറിലൊക്കെ ഇറക്കി വെച്ച് അത് റെഡിയാക്കും എന്നൊക്കെ പറയണ കേൾക്കാം. അപ്പോൾ ഫെർമെൻറ്റേഷൻ പ്രോസസ്സൊക്കെ നന്നായിട്ട് നടക്കും എന്നൊക്കെ പറയണ കേൾക്കാം. പിന്നെ ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ നോക്കിയിട്ടില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പൊങ്ങി വരാറുണ്ട്. ഇന്നും അതുപോലെ തന്നെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ നേരത്തെ തന്നെ ഉമ്മ അടുപ്പത്ത് വെച്ച് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് അടുപ്പിലേക്ക് വെച്ച് തീ കുറച്ച് അങ്ങനെ വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഉപ്പൊക്കെ ഇട്ട് അതിലൊക്കെ മിക്സ് ആക്കി കഴിഞ്ഞിട്ട് പിന്നെ ബാറ്റർ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ അടുപ്പത്ത് വെച്ച് ഉണ്ടാക്കുന്ന വെള്ളം അങ്ങനെ കുടിക്കാൻ വലിയ ഇഷ്ടമല്ല കേട്ടോ. കാരണം ഒരു പുകയുടെ ചുവയൊക്കെ വരും. പിന്നെ നമ്മൾ അരിയൊക്കെ വെന്ത് വാങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ഒരു കാലം വെള്ളം എന്തായാലും അടുപ്പത്ത് വെക്കേണ്ടാവും. പിന്നെ മെയിനായിട്ട് നല്ല മഴയൊക്കെ ഉള്ള ദിവസമാണ് രാവിലെ പിള്ളേർക്ക് പച്ചവെള്ളത്തിൽ കുളിക്കാൻ നല്ല തണുപ്പൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ പിള്ളേർക്ക് കുളിക്കാനും കൊടുക്കാം. ഇതുപോലെ ഇടിയപ്പോൾ ഇഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളിങ്ങനെ ആവി കയറ്റാനൊക്കെ നേരത്തെ അടിയിൽ വെള്ളം വയ്ക്കുന്ന സമയത്തും വയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വയ്ക്കും കേട്ടോ. പിന്നെ നമ്മൾ കൂടുതൽ ദിവസം പുട്ടുമൊക്കെയാണ് ഉണ്ടാക്കണത്. അപ്പോൾ പുട്ടുണ്ടാക്കാൻ നേരത്തും ഈ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടല്ലോ. അപ്പോൾ പച്ചവെള്ളം വെച്ച് അത് ചൂടാക്കി അത്രയും ഗ്യാസ് വെറുതെ വേസ്റ്റ് ചെയ്യണ്ടല്ലോ. എന്തായാലും അപ്പുറം അടുപ്പിൽ വെള്ളം തിളപ്പിക്കുകയാണ്. അപ്പോൾ ആ വെള്ളം എങ്ങനെയെങ്കിലും യൂസ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ എടുക്കും കേട്ടോ. പിന്നെ നമ്മൾ സാമ്പാറിനുള്ള പരിപ്പൊക്കെ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനകത്തേട്ട് നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തതും അതേപോലെ പുളിയും കാര്യങ്ങളൊക്കെ പിഴിഞ്ഞൊഴിക്കാൻ വേണ്ടിയിട്ട് പുളിയോടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ തക്കാളിയും വെണ്ടയ്ക്കൊക്കെ സെപ്പറേറ്റ് വേറെ അല്ല അരിഞ്ഞെടുക്കണത്. കാരണം അത് കഴുകിയിട്ട് അരിയേണ്ട സംഭവങ്ങളായതുകൊണ്ട് തന്നെ അത് വേറെ മരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു സവാളയും മരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഈ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കണം എന്തിനാന്ന് വെച്ചാൽ കുറച്ച് ചമ്മന്തി കൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ. അപ്പോൾ ഈ പച്ചമുളകും ഉള്ളിയും ഒക്കെ നന്നാക്കി കിട്ട് വെച്ച ബോക്സിൻ്റെ ഒക്കെ ലിങ്ക് കിട്ടുവാണെങ്കിൽ ഞാൻ ഇതിൻ്റെ സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഓൾറെഡി നമ്മൾ ആ പച്ചമുളക് ഇട്ട് വെച്ചാണ് ബോക്സിൻ്റെ ലിങ്കുകൾ നമ്മൾ പഴയ വീഡിയോസിലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. 6 സെറ്റായിട്ട് വന്നത്. പിന്നെ ഈ 4 അറകൾ പോലെ വന്ന ബോക്സിൻ്റെ ലിങ്ക് ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ അങ്ങനെ അവൈലബിൾ അല്ല. കാരണം 6 അറകൾ ഉള്ളതാട്ടോ ഇപ്പോൾ കാണിക്കേണ്ടത്. അത് ഞാൻ ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആഡ് ചെയ്യാം. മറ്റത് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയതുകൊണ്ടാണ് എന്താണെന്ന് അറിയില്ല. ഇപ്പം അങ്ങനെ കിട്ടണില്ല. ഞാൻ ലിങ്ക് ആഡ് ചെയ്യാന്ന് വെച്ച് നോക്കിയിട്ട്. പിന്നെ നമ്മൾ സാമ്പാറിലേക്ക് സാമ്പാറോടെയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് ഉപ്പ് ഇട്ട് കൊടുത്ത് പുളിയും പിഴിഞ്ഞ് ഒഴിച്ച് കഴിഞ്ഞിട്ട് അത് അടുപ്പത്തേക്ക് വെക്കാൻ കേട്ടോ. ചിലപ്പോൾ എനിക്ക് തോന്നി കഴിഞ്ഞാൽ സാമ്പാറോട് കുറച്ച് വെള്ളത്തിലൊക്കെ കലക്കി അങ്ങനെ ഒഴിച്ചു കൊടുക്കും, കട്ടയായിട്ട് കിടക്കാതിരിക്കാൻ വേണ്ടി. അതല്ലെങ്കിൽ പിന്നെ എനിക്ക് തോന്നും പോലെ ഞാൻ ചുമ്മാ ഇട്ട് കൊടുക്കും. തോന്നേണ്ട രീതിക്ക് അങ്ങോട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ അത് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചമ്മന്തി ഉണ്ടാക്കാനുള്ള ഉള്ളിയും മുളകും ഇഞ്ചിയും കൂടെ ജസ്റ്റ് ക്രഷ് ചെയ്തിട്ട് പിന്നെ തേങ്ങയിട്ടൊന്ന് അരച്ച് കൊടുക്കാം കേട്ടോ. എനിക്കങ്ങനെ ചമ്മന്തിനോട് വലിയ താല്പര്യമൊന്നുമില്ല. എനിക്ക് സാമ്പാറുണ്ടെങ്കിൽ എനിക്കത് മാത്രം മതി. പിന്നെ പിള്ളേർക്ക് ചമ്മന്തിയും കൂടെ ഉണ്ടെങ്കിൽ വലിയ ഇഷ്ടം. അതുകൊണ്ട് പിന്നെ സൺഡേയും ആയതുകൊണ്ട് സമയം ഉള്ളതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. അടുത്തുള്ള ദിവസമൊക്കെ മിക്കവാറും ഉണ്ടാക്കാൻ നോക്കാറില്ല. പിന്നെ ചിലപ്പോൾ ഉണ്ടാക്കും. അതല്ലെങ്കിൽ നമ്മുടെ റെഡ് കളറിലുള്ള തക്കാളിയും കൊണ്ടുള്ള ചമ്മന്തി ഉണ്ടല്ലോ, അതോ എന്തെങ്കിലും ഉണ്ടാക്കും. പിന്നെ സാമ്പാറില്ലെങ്കിലാണ് ആ ഒരു ചമ്മന്തി കൂടുതൽ ഉണ്ടാക്കാൻ നോക്കാറ്. ഒരു കറിയെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തന്നെ വലിയ കാര്യം എന്ന് വിചാരിക്കുന്ന ആളാണ് കേട്ടോ ഞാൻ. പിന്നെ വലിയ പണിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പിള്ളേർ പറയണോണ്ട് കുറച്ച് ചമ്മന്തികൾ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് കേട്ടോ. പിന്നെ മെയിനായിട്ട് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന ദിവസമാണ് പിള്ളേർ മര്യാദയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് പോണത്. അപ്പോൾ പുട്ടോ അതോ പയറും കടലയൊക്കെ കൊളുത്തോ കറി വെക്കണൊക്കെ ആകുമ്പോൾ പിള്ളേർക്ക് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. ഭയങ്കര മൂഡ് ഓഫ് ആയിട്ട് വലിയ താല്പര്യമില്ലാത്ത രീതിയിൽ കഴിക്കണ്ടേന്ന് വിചാരിച്ചിട്ട് കഴിച്ചിട്ട് പോണതാണ് കേട്ടോ. അപ്പോൾ പിന്നെ ചമ്മന്തിയും കൂടെ ഉണ്ടെങ്കിൽ മര്യാദയ്ക്ക് കഴിച്ചോളൂല്ലോ.